ഇന്ത്യക്ക് 65 റൺസ് നേടാനായത് ഞാൻ ആ രീതിയിൽ ബാറ്റ് ചെയ്തതുകൊണ്ടാണ്. ബാറ്റ് ചെയ്യുമ്പോഴെല്ലാം ഒരുപാട് റിസ്ക് എടുക്കേണ്ടി വരുന്നു. എനിക്ക് എൻ്റെ രീതി മാറ്റുവാൻ താല്പര്യമില്ല. കളിയിൽ അങ്ങനെയാണ് വേണ്ടത്. റിസ്കുകൾ എടുത്തേ മതിയാകൂ. ചിലപ്പോൾ നിങ്ങൾക്ക് ഡക്കിന് പുറത്താകേണ്ടി വന്നേക്കാം, മറ്റു ചിലപ്പോൾ സെഞ്ചുറിയോ 50യോ നേടാൻ സാധിച്ചേക്കാം. എന്തുതന്നെയായാലും എൻ്റെ രീതി ഞാൻ മാറ്റാൻ പോകുന്നില്ല. വ്യക്തിഗത റൺസിനേക്കാൾ ഞാൻ ടീമിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. കഴിഞ്ഞ ദിവസം ശ്രീലങ്കയുമായി 32 റൺസിന് ഇന്ത്യ പരാജയപ്പെട്ടപ്പോൾ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പറഞ്ഞ വാക്കുകളാണിത്. ഹായ് ഗൈസ്, വെൽക്കം ടു സ്പോർട്സ് ഡയസ്. ഇന്ത്യയുടെ സീനിയർ താരങ്ങളടങ്ങുന്ന സംഘം ശ്രീലങ്കയുമായുള്ള 3 ODI മാച്ചുകളുടെ പര്യടനത്തിലാണ്. ആദ്യത്തെ 2 കളികളും ഇന്ത്യക്കത്ര അനുകൂലമല്ല താനും. ആദ്യ കളി സമനിലയായതും രണ്ടാമത്തെ കളി 32 റൺസിൻ്റെ തോൽവി വഴങ്ങേണ്ടി വന്നതും ടീമിനുള്ളിലും പുറത്തും ചർച്ചയാവുകയാണ്. സൂര്യകുമാർ യാദവ് ഇന്ത്യയുടെ T20 നായകനായി വന്ന ശ്രീലങ്കൻ പര്യടനം ഇന്ത്യ തൂത്തുവാരിയിരുന്നു. ശേഷമാണ് ലോക ചാമ്പ്യന്മാരായി ഇന്ത്യൻ സീനിയർ താരങ്ങൾ ഓടിക്കളിക്കുവാൻ ലങ്കയിലെത്തുന്നത്. T20യിൽ ലോക ചാമ്പ്യന്മാരായ ഇന്ത്യ ഓടിക്കളിക്കുവാൻ മറന്നോ എന്നതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. ആദ്യ 2 കളികളിലും ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ ഹാഫ് സെഞ്ചുറി നേടിയിരുന്നു. ആദ്യ കളിയിൽ അവസാന 2 ഓവറുകൾ ശേഷിക്കുമ്പോൾ സമനിലയാവുകയായിരുന്നു ഇന്ത്യൻ ടീം. ഒരു റൺ പോലും തികച്ചെടുക്കാൻ കഴിയാതെ ഓൾ ഔട്ട് ആവുക എന്നത് ഇന്ത്യൻ ടീമിനെ വലിയ നാണക്കേടിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. ആദ്യ കളിക്കു ശേഷം രോഹിത്തിനോട് മാധ്യമപ്രവർത്തകർ ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ആ ഒരു റൺ വേണമായിരുന്നു, നടന്നില്ല എന്ന് നിരാശയോടെയായിരുന്നു താരത്തിൻ്റെ മറുപടി. എന്നാൽ രണ്ടാമത്തെ കളിയും മാറ്റമില്ലാതെ തുടർന്നു. രോഹിത് ശർമ്മ ബാറ്റ് ചെയ്യുമ്പോൾ ഇത് ബാറ്റിംഗ് പിച്ചും മറ്റുള്ളവർക്ക് ദുർഘടമായ ബൗളിംഗ് പിച്ചുമാകുന്നത് എങ്ങനെയെന്ന് കൊളംബോ സ്റ്റേഡിയം ഞായറാഴ്ച കണ്ടു. ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷനിലൂടെ വളരെ വേഗം റൺസ് നേടാനാകുമെന്ന് ഞങ്ങൾ കരുതി. പക്ഷേ എല്ലാ ക്രെഡിറ്റും ജെഫ്രിക്കാണ്. 6 വിക്കറ്റ് നേടാൻ അവന് കഴിഞ്ഞു. നന്നായിട്ട് കളിക്കുവാൻ ഞങ്ങൾക്കായില്ല. എങ്ങനെ കളിച്ചു എന്ന് ഇപ്പോൾ താരതമ്യം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. പക്ഷേ മിഡിൽ ഓർഡറിനെ പറ്റി ഒരു ചർച്ച ഉണ്ടായേ തീരൂ. രണ്ടാം ഓടി തോറ്റതിനു ശേഷം ഇന്ത്യൻ ക്യാപ്റ്റന്റെ വാക്കുകളാണിവ. 44 പന്തിൽ 4 സിക്സും 5 ഫോറുകളുമായി 64 റൺസ് നേടി രോഹിത് പുറത്താകുമ്പോൾ ഇന്ത്യയുടെ സ്കോർ 13 ഓവറിൽ 97 റൺസായിരുന്നു. പിന്നീട് 100 റൺ കൂട്ടിച്ചേർക്കുമ്പോഴേക്ക് ഇന്ത്യയുടെ 8 വിക്കറ്റുകൾ കൂടാരം കയറിയിരുന്നു. ശിവൻ ഡൂബെയെയും KL രാഹുലിനെയും ഡക്കാക്കുവാനായത് ശ്രീലങ്കയ്ക്ക് ഇന്ത്യയുടെ മേൽ പിടിമുറുക്കുവാൻ എളുപ്പമായി. ഒടുവിൽ ഇന്ത്യൻ സ്കോർ 208 നിൽക്കുമ്പോൾ ഇന്ത്യ ശ്രീലങ്കൻ പടയ്ക്ക് മുന്നിൽ മുട്ടുകുത്തി. അപ്പോഴും 8 ഓവറുകളോളം ബാക്കിയുണ്ടായിരുന്നു. 50 ഓവർ തികച്ച് ബാറ്റ് ചെയ്യാൻ കഴിയാത്തതും മിഡിൽ ഓർഡർ സമചിത്തതയോടെ കളിക്കാത്തതും ക്യാപ്റ്റനെ തെല്ലൊന്നുമല്ല ചൊടിപ്പിച്ചതും. 2007 ശേഷം ഇന്ത്യ ഒരു പരമ്പര പോലും ശ്രീലങ്കയോട് തോറ്റിട്ടില്ല എന്നത് ചരിത്രവും. ഗൗതം ഗംഭീർ ഇന്ത്യൻ ടീമിന്റെ കോച്ചായി ചുമതലയേറ്റതിന് ശേഷമുള്ള ആദ്യ പരമ്പരയാണ് ശ്രീലങ്കയുമായി നടക്കുന്നത്. T20 മത്സരങ്ങൾ വിജയിക്കുവാനായെങ്കിലും ODIയിൽ കൈവിട്ട കളി നടത്തിയ ടീമിനെ ഗംഭീർ എങ്ങനെ തിരുത്തുമെന്നതും ചർച്ചാ വിഷയമാണ്. ബുധനാഴ്ച കൊളംബോയിൽ നടക്കുന്ന അവസാന മാച്ച് രോഹിത്തിനും ടീമിനും മാനം രക്ഷിക്കേണ്ട പോരാട്ടമാണ്. ശ്രീലങ്കയെപ്പോലെ ഒരു ടീമിനെ എഴുതിത്തള്ളിയതും ഉയർന്ന ആത്മവിശ്വാസവുമാണ് ടീമിന്റെ തോൽവിക്ക് കാരണമെന്ന് ആക്ഷേപമുയരുമ്പോൾ കോച്ചിന്റെയും ക്യാപ്റ്റന്റെയും കളിക്കാരുടെയും പ്രകടനം ഏവരും ഉറ്റുനോക്കുകയാണ്.